നമസ്തേ. കേരള പോലീസിനെ, കേരള സമൂഹത്തെ 40 വർഷമായി വട്ടം കറക്കിയ ആ പിടികിട്ട പുള്ളി സുകുമാരക്കുറുപ്പ്. അദ്ദേഹം മരിച്ചുപോയെന്ന അന്വേഷണ സംഘം നിഗമനത്തിലെത്തുമ്പോൾ ഇപ്പോൾ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം. സുകുമാരക്കുറുപ്പ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അതും കേരളത്തിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ അല്ല, വിദൂര ദേശമായ ബ്രൂണയിൽ. 2023 എടുത്തതെന്ന് പറയപ്പെടുന്ന ഒരു പുതിയ ചിത്രം, ഒളിവിൽ കഴിയുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ, പാസ്പോർട്ട് സംബന്ധിച്ച വിവരങ്ങൾ, ഭാര്യയുമായും മക്കളുമായും ബന്ധം പുലർത്തിയെന്ന അവകാശവാദം. സുകുമാരക്കുറുപ്പിന്റെ ദുരൂഹ ജീവിതത്തിന് വീണ്ടും പുതിയൊരു ട്വിസ്റ്റ് വന്നിരിക്കുകയാണ്. 1984 ജനുവരി 22 കേരളത്തിന്റെ ക്രൈം ചരിത്രത്തിലെ ഏറ്റവും ദുരൂഹമായ കേസുകളിലൊന്നിന് തുടക്കമായ ദിവസം. ചാക്കോ എന്ന യുവാവിനെ കൊലപ്പെടുത്തിയ ശേഷം സ്വന്തം മരണമായി വരുത്തി തീർക്കാനായിരുന്നു സുകുമാരക്കുറുപ്പിന്റെ പദ്ധതിയെന്നാണ് കേസ്. എന്നാൽ സംഭവത്തിന് പിന്നാലെ സുകുമാരക്കുറുപ്പ് അപ്രത്യക്ഷനായി. ഒരു ദിവസം, ഒരു മാസം, ഒരു വർഷം, പിന്നീട് പതിറ്റാണ്ടുകൾ. പക്ഷെ സുകുമാരക്കുറുപ്പിനെ മാത്രം കണ്ടെത്താനായില്ല. ഇന്ത്യയിലുണ്ടോ? വിദേശത്തേക്ക് കടന്നോ? വ്യാജപ്പേരിൽ മറ്റൊരു ജീവിതം നയിക്കുകയാണോ? ഓരോ വർഷവും ഈ ചോദ്യങ്ങൾ കൂടുതൽ ദുരൂഹമായി മാറുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ഈ കഥയെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുകയാണ്. ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം സുകുമാരക്കുറുപ്പ് 1991 മുതൽ വിദേശത്ത് ഒളിവ് ജീവിതം ആരംഭിച്ചെന്നാണ് അവകാശപ്പെടുന്നത്. അതിനുശേഷം ഇന്ത്യക്കാരുമായി അകലം പാലിച്ചു, പഴയ പരിചയക്കാരെ ഒഴിവാക്കി, സ്വന്തം രൂപത്തിലും ജീവിത രീതിയിലും മാറ്റം വരുത്തി. പൂർണ്ണമായും പുതിയൊരു ജീവിതം. ബ്രൂണയിൽ കൺസ്ട്രക്ഷൻ മേഖലയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നതെന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. എന്നാൽ ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: 2023 എടുത്തതെന്ന് പറയപ്പെടുന്ന ആ ചിത്രം ആരുടേതാണ്? പുറത്തു വന്നിരിക്കുന്ന ചിത്രം ശരിക്കും സുകുമാരക്കുറുപ്പിന്റേതാണെങ്കിൽ കേരളത്തിന്റെ ഏറ്റവും വലിയ പിടികിട്ടാ പുള്ളി 40 വർഷം അന്വേഷണത്തെ വെട്ടിച്ച് വിദേശത്ത് സാധാരണ ജീവിതം നയിച്ചിരുന്നു. ഇതാണിപ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ സംശയം. പ്രായത്തിന്റെ അവശതകൾ ഒഴിച്ചാൽ സുകുമാരക്കുറുപ്പ് ആരോഗ്യവാനാണെന്നും വിവരങ്ങളുണ്ട്. എന്നാൽ ഈ വിവരങ്ങൾ എത്രത്തോളം ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടതാണ് എന്നതും നിർണായകമാണ്. മറ്റൊരു ഞെട്ടിക്കുന്ന അവകാശവാദവും പുറത്തു വന്നിരിക്കുകയാണ്. ഒളിവിൽ കഴിഞ്ഞിരുന്ന കാലത്തും ഭാര്യയുമായും മക്കളുമായും സുകുമാരക്കുറുപ്പ് ബന്ധം പുലർത്തിയിരുന്നുവെന്നാണ് സൂചന. എന്നാൽ അത്രയും സൂക്ഷ്മമായിട്ടായിരുന്നു ഈ ബന്ധം. പിടിക്കപ്പെടാതിരിക്കാൻ ഇന്ത്യക്കാരിൽ നിന്ന് അകലം പാലിച്ചു, പരിചയക്കാരെ പോലും തെറ്റിദ്ധരിപ്പിച്ചു. സുഹൃത്തായ ചൈനീസ് പൗരന്റെ മൊബൈൽ ഫോണിൽ നിന്ന് നിരന്തരം ഭാര്യയും ബന്ധുക്കളെയും ഫോൺ വിളിക്കുന്നു, ചാറ്റ് ചെയ്യുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്. യഥാർത്ഥ വ്യക്തിത്വം പുറത്തുവരാതിരിക്കാൻ ഓരോ ചുവടും അതീവ ജാഗ്രതയോടെ എടുത്തു. അങ്ങനെയെങ്കിൽ ഇത്രയും വർഷം സുകുമാരക്കുറുപ്പ് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ജീവിച്ചിരുന്നു. ഇവിടെയാണ് ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഒരു വശത്ത് ഹൃദ്രോഗം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സുകുമാരക്കുറുപ്പ് വർഷങ്ങൾക്ക് മുൻപേ മരിച്ചിരിക്കാമെന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു. മറുവശത്ത് അദ്ദേഹം ഇപ്പോഴും ബ്രൂണയിൽ ജീവിച്ചിരിപ്പുണ്ടെന്നും പുതിയ ചിത്രവും പാസ്പോർട്ട് വിവരങ്ങളും ലഭിച്ചിട്ടുണ്ടെന്നും അവകാശവാദങ്ങൾ ഉയരുന്നു. അപ്പോൾ സത്യം ഏതാണ്? കുറുപ്പ് മരിച്ചോ? അതോ 40 വർഷം പോലീസിനെ വെട്ടിച്ച് അദ്ദേഹം ഇപ്പോഴും എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? കേരളത്തിന്റെ ക്രൈം ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരൂഹതകളിലൊന്ന് 40 വർഷങ്ങൾക്ക് ശേഷവും അവസാനിച്ചിട്ടില്ല. ഒരു വശത്ത് സുകുമാരക്കുറുപ്പ് ഇനി ജീവനോടെ ഇല്ല എന്ന് നിഗമനം, മറുവശത്ത് അദ്ദേഹം വിദേശത്ത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഞെട്ടിക്കുന്ന അവകാശവാദം. ഇതിലേതാണ് സത്യം? 2023 ചിത്രത്തിന് പിന്നിലെ യാഥാർത്ഥ്യം എന്തായിരിക്കും? ബ്രൂണയിലെ ആ ഒളിത്താവളത്തിൽ ശരിക്കും സുകുമാരക്കുറുപ്പ് ഉണ്ടോ? അതോ ഇതും 40 വർഷമായി തുടരുന്ന ആ ദുരൂഹതയുടെ മറ്റൊരു വഴിത്തിരിവ് മാത്രമാണോ? കേരളം ഇന്നും കാത്തിരിക്കുന്നത് ഒരേ ഒരു ഉത്തരത്തിനാണ്: സുകുമാരക്കുറുപ്പ് എവിടെയാണ്? ജീവിച്ചിരിപ്പുണ്ടോ? അതോ അന്വേഷണ സംഘത്തിന്റെ നിഗമനം പോലെ വർഷങ്ങൾക്ക് മുൻപേ അദ്ദേഹം മരിച്ചുപോയോ? സത്യാവസ്ഥ പുറത്തുവരാൻ ഇനിയും ഔദ്യോഗിക അന്വേഷണ റിപ്പോർട്ടിനായി കാത്തിരിക്കേണ്ടി വരും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.